അൻമോൾ പറയുന്നുണ്ട് അനീഷിനോട്, കുറച്ച് ചോറ് ഞാൻ കൂടുതലിട്ടു, അത് വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയാണ് ആ കറി ഞാൻ കുറച്ച് വിളമ്പിയത് ചേട്ടാ, അത് വേസ്റ്റ് ആവാൻ ഞാൻ സമ്മതിക്കത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ആ തോരൻ കുറച്ച് മാറ്റി വെച്ചത്. ഇതവർക്ക് ചിന്തിച്ചൂടെ? വെറും ചോറ് ആരെങ്കിലും കഴിക്കുമോ? ഈ നെവനൊക്കെ ഇടയ്ക്ക് വന്നിട്ട് ചോറ് കഴിക്കാറുണ്ട്. ഞാൻ ആദ്യം മുതൽ ചെയ്യുന്നൊരു കാര്യമാണ്, കുറച്ച് ചോറ് അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കറി എടുത്ത് മാറ്റി വെക്കും. അപ്പോൾ ആ ചോറ് ഒരുമിച്ചൊക്കെ തീരുമല്ലോ. എല്ലാവർക്കും കൊടുത്തതിന് ശേഷമാണ് ഞാൻ കുറച്ച് മാറ്റി വെക്കുന്നത്. അപ്പോൾ അതും കൂടി വേണമെന്നും പറഞ്ഞ് എന്തിനാണ് വഴക്കുണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ സമയത്തിന് ഭക്ഷണം ഉണ്ടാക്കി വിളിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമല്ലേ, കിച്ചണിൽ കയറിയതുകൊണ്ടുള്ള പ്രശ്നമല്ലേ? അന്ന് ഞാൻ നിർത്തിയതാണ്. അക്ബറിനും ആര്യനും ദോശ വേണമെന്ന് പറഞ്ഞപ്പോൾ കടലമാവിന് 2 ദോശ ചുട്ടു കൊടുത്തു. ആ പ്രശ്നത്തോടെ ഞാൻ ഇനി കയറത്തില്ലെന്ന് തീരുമാനിച്ചതാണ്. ഈ കിച്ചണിൽ കയറി ഒരു മനുഷ്യർക്ക് ഞാൻ കുക്ക് ചെയ്ത് കൊടുക്കത്തില്ല എന്ന്. ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. പിന്നെ നെവിൻ്റെയും അക്ബറിൻ്റെയും പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ കിച്ചണിൽ കയറി വീണ്ടും കുക്ക് ചെയ്യുന്ന അനുമോള് അനീഷിനോട് പറഞ്ഞ് കരയുകയാണ്. ആദിലേക്ക് നൂറിക്കും കുക്ക് ചെയ്യാൻ അറിയത്തില്ല, സാവുമാൻ അറിയത്തില്ല, പിന്നെ ആർക്കറിയാം? അവരെ പോലെ വന്നൊരാളല്ലേ ഞാനും. അവർക്കുണ്ടാക്കി പഠിച്ചുകൂടെ? ഞാൻ ഇതൊന്നും വീട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ട് വന്നതല്ല. അരി പോലും വാർക്കാൻ എനിക്കറിയത്തില്ല. ഇത് ഇപ്പോൾ എൻ്റെ അമ്മ കാണുമെന്ന് അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാവത്തേ ഉള്ളൂ. ഞാനിവിടെ കുക്ക് ചെയ്യുന്നു, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ ഉണ്ടാക്കി പഠിച്ചിട്ടില്ലാത്ത സാധനങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത്. എനിക്ക് സന്തോഷമാണ് 8 പേർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഒന്ന് പറഞ്ഞു വിട്ടെങ്കിൽ ഒന്ന് വീട്ടിലെങ്കിലും പോകാമായിരുന്നെങ്കിൽ സമാധാനം കിട്ടുമെന്ന് പറഞ്ഞിട്ട് അനുമോള് ഭയങ്കരമായിട്ട് കരയുകയാണ്. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടുന്നത് സമാധാനവും സന്തോഷവുമാണ്, അല്ലാതെ ഭക്ഷണമല്ല. കുറച്ച് കഞ്ഞിയും കുടിച്ചാണെങ്കിലും വീട്ടിൽ കിടക്കാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കരയുന്നുണ്ട് അനുമോള്. അപ്പോൾ അനീഷിന് വിഷമം വരുന്നത്. അനീഷ് പറയുന്നുണ്ട്, കരയല്ലേ അനുമോളെ, ഇതൊക്കെ അധികം ആകുമ്പോഴാണ് ചേട്ടാ പ്രശ്നം. ചേട്ടനൊന്ന് ആലോചിച്ച് നോക്കിയേ. മുന്നേ ഇവിടെ ഭക്ഷണം വിളമ്പിയിട്ടുള്ളവർ നമുക്ക് ഒരുപാട് കറിയാണോ കഴിക്കാൻ തരുന്നത്? കുറച്ച് കറിയല്ലേ അവർ തന്നിട്ടുള്ളൂ. അതും കൂട്ടി നമ്മൾ ആഹാരം കഴിച്ചിട്ടില്ലേ? അങ്ങനെ എത്രയോ പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. ആ ഒരു അവസ്ഥ ഞാൻ കിച്ചണിൽ നിൽക്കുമ്പോൾ ആർക്കും ഉണ്ടാവരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. അവരുടെ കൺമുന്നിൽ വെച്ചല്ലേ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അനിമോളുടെ സ്ഥാനത്തേക്ക് ഇപ്പോൾ കയറിയിരിക്കുന്നത് നെവിൻ കപ്രീഷ്യസ് അംബ്രോസ് ആണ്. ഭയങ്കര നാടകങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷാനവാസും അക്ബറും ഒപ്പം കൂടിയിട്ടുണ്ട്. പിന്നെ ആദില നൂറ.